ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ മഴതോരും മുൻപയുടെ എപ്പിസോഡിൽ ബാലചന്ദ്രനെ ഒതുക്കാൻ വേണ്ടി ഫൈജയുടെ ഒരു പുതിയ മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. കഥയിലോട്ട് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റും താഴെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ തോട്ടത്തിലൊക്കെ പോയിട്ട് അലീനയും ഔതക്കുട്ടിച്ചായനും സ്റ്റാലിനെയും വീട്ടിലോട്ട് ബംഗ്ലാവിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ ആൻ്റപ്പൻ ചേട്ടനും ഒരു ഡ്രൈവറും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ ചോദിക്കും, ഔതക്കുട്ടിച്ചായ എല്ലായിടവും പോയോ, എസ്റ്റേറ്റും ഓഫീസും ഒക്കെ കാണിച്ചു കൊടുത്തോ എന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, ഏറെക്കുറെയൊക്കെ കാണിച്ചു കൊടുത്തു, ഇനിയും സമയമുണ്ടല്ലോ, സമയമെടുത്തിട്ട് പിന്നെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ്. എന്നതിന് ഔതക്കുട്ടിച്ചായനും അലീനയും കൂടി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ആ രണ്ട് ആൻ്റപ്പൻ ചേട്ടനും ആ മറ്റേ പയ്യനും കൂടി പറയും, എന്തിനായിരിക്കും ഇത്ര പെട്ടെന്ന് തന്നെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആൻ്റപ്പൻ പറയും, അല്ല ഇനി അല്ല എസ്റ്റേറ്റ് എങ്ങാനും ആ പെങ്കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നുണ്ടോ എന്നറിയില്ലല്ലോ, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് മുൻപ് ആ പെങ്കൊച്ച് ഇതൊക്കെ കണ്ടുപഠിക്കണ്ടേ, അതിനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റേ ജോലിക്കാരൻ പറയുകയാണ്, ഇനി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ചെയ്തു കൊടുത്തിട്ടും അവസാനം നമ്മളെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാവോ, അങ്ങനെ ഒരു ഭയമുണ്ട് എനിക്ക് എന്ന് അയാളും പറയും. അപ്പോൾ ആൻ്റപ്പൻ പറയും, ആർക്കറിയാം നമ്മുടെയൊക്കെ ജോലി പോവോ എന്ന്. അതിനുശേഷം സ്റ്റാൻലി വീട്ടിനുള്ളിൽ കയറിയിട്ട് സോഫയിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അലീനയും കുട്ടിച്ചായനും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുമ്പോൾ, അലീന, ഇനി നിനക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. അപ്പോൾ കുട്ടിച്ചായൻ പറയും, ശരിയാ മോളെ, നിനക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പൊക്കോ, പള്ളിയിലോ ബ്യൂട്ടി പാർലറോ ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ പൊക്കോ. അപ്പോൾ അലീന പറയും, ഇവിടെ അടുത്ത് വല്ല ഓർഫണേജും ഉണ്ടോ, കിളിമാനൂരും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ കുളത്തൂപ്പുഴ എന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ സ്റ്റാൻലി ഇത്തിരി ദേഷ്യത്തോട് കുടിച്ചിട്ട് ചോദിക്കുന്നത്, നിനക്കിപ്പോൾ എന്തിനാണ് ഓർഫനേജിൽ പോണത്, ഓർഫനേജുകളുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തൊക്കെ അത്യാവശ്യമെന്ന്. അപ്പോൾ അലീന പറയും, ഞാൻ അവിടെ വളർന്നതല്ലേ, എൻ്റെ വീടതല്ലേ, അപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഓർഫനേജിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, അത് ശരി, നമ്മുടെ തോട്ടത്തിന് ഇത്രയധികം വരുമാനമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിനക്കതെങ്ങനെയെങ്കിലും ചിലവാക്കണം, അതാണല്ലേ നിൻ്റെ ഉദ്ദേശം, അതൊന്നും ഇവിടെ നടക്കില്ല അലീന എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ ഇവിടെ ഓർഫനേജുകളുണ്ടോ എന്ന് ചോദിച്ചു, അവർക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഇത്രയും കാലം ഓർഫനേജുകളിലാണ് ജീവിച്ചത്, അപ്പോൾ എനിക്കൊരു നല്ല കാലം വരുമ്പോൾ ഞാൻ ഉണ്ടും ഉടുത്തും ഇങ്ങനെ കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു സഹായവും ഞാൻ ചെയ്ത് കൊടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ശരിയെന്ന്. അപ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് സ്റ്റാൻലി പറയും, എനിക്കറിയില്ല അവിടെ ഓർഫനേജുകളൊക്കെ ഉണ്ടോയെന്ന്, വേണമെങ്കിൽ ഞാൻ ആൻ്റപ്പനോട് ചോദിച്ചു നോക്ക്, ആൻ്റപ്പനെ കൊണ്ട് അന്വേഷിപ്പിച്ചോ, അങ്ങനെ വേണമെങ്കിൽ വല്ലതും ചെയ്തോ എന്ന്. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കും, ആൻ്റപ്പൻ ചേട്ടനല്ലല്ലോ എൻ്റെ പപ്പ എന്ന്. അപ്പോൾ സ്റ്റാൻലിക്ക് അതിന് മറുപടിയില്ല. അലീന പറയും, എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊള്ളാം എന്നുണ്ട്, പപ്പയ്ക്ക് പറ്റിച്ചെങ്കിലും പപ്പ ചെയ്തു, പിന്നെ പപ്പയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനിവിടെ നിൽക്കുന്നതും എന്നെ കാണുന്നതും പപ്പയ്ക്ക് താല്പര്യമില്ല, എനിക്ക് പാലായിൽ പോകാനുള്ള വണ്ടിക്കൂലി മാത്രം തന്നാൽ മതി, ഞാൻ തിരിച്ചു പൊക്കോളാം എന്ന് അലീന പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, നിന്നോട് സ്നേഹമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊടുന്നത്, അല്ലാതെ നീ ഇങ്ങനെ എഴുതാപ്പുറങ്ങളൊന്നും വായിക്കേണ്ട എന്ന് പറഞ്ഞ അലീനയോട് സംസാരിക്കുകയാണ്. കാരണം അപ്പോൾ അലീന പറയും, അല്ല, ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ, കാരണം എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞവരെയും കൂടി സഹായിക്കണമെന്ന് എനിക്ക് തോന്നി, പിന്നെ ഈ അനാഥാലയങ്ങൾ എത്രയോ കുട്ടികൾ കഴിയുന്നുണ്ട്, അവരൊന്നും യഥാർത്ഥത്തിൽ അനാഥരൊന്നുമല്ല, അവർക്കൊക്കെ ഒരു സ്റ്റാൻലി പപ്പയോ അല്ലെങ്കിൽ ഒരു വൈജയന്തി അമ്മയോ ഒക്കെ ഉണ്ടായിരിക്കും, അവരൊന്നും അതറിയാതെ ജീവിക്കുന്നു എന്ന് മാത്രം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ 23 വർഷം ഒരു അനാഥാലയത്തിലാണ് വളർന്നത്, അപ്പോൾ ഞാനങ്ങനെ വളരാൻ കാരണക്കാരും ഞാനല്ല, അപ്പോൾ ഞാനങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ പപ്പ ഇനി ഒരു 23 കൊല്ലം ഒരു 10 അനാഥാലയങ്ങൾക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് സ്റ്റാൻലിയുടെ വായടപ്പിക്കുകയാണ് അലീന. അപ്പോൾ സ്റ്റാൻലിക്ക് ഒന്നും പറയാനില്ല, കാരണം അലീന പറഞ്ഞത് വളരെ ന്യായമായ കാര്യം തന്നെയാണ്, അവളുടെ കൂടപ്പറപ്പുകൾക്ക് അവൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞിട്ട് അലീന വീടിൻ്റെ മുകളിലോട്ട് കയറിപ്പോവുകയാണ്, അവളെ റൂമിലോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം അവൾ വിഷമിച്ചിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ കുട്ടിച്ചായൻ പറയും, മോളെ നീ വിഷമിച്ചിട്ട് കയറി പോകണ്ട, നമ്മൾ ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൽ നീ എനിക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ശരി എന്ന് പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൻലിക്ക് ഇതെല്ലാം അവളോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനുമായിട്ട് സ്റ്റാൻലി എന്ത് ചെയ്യും, രണ്ടെണ്ണം അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ട്
പോയിരിക്കുകയാണ്. അപ്പോഴാണ് അവതക്കുട്ടി ചായൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവതക്കുട്ടി ചായൻ പറയും, നീ എന്താടാ ഇപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതെന്ന്. അല്ല എന്താ അപ്പനെന്താ പറയാൻ വന്നത്, അവളെന്ന് പറഞ്ഞതൊക്കെ കേട്ടില്ലേ, അതിന് അപ്പൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ. കാരണം അപ്പൻ്റെ ചിന്നമ്മയുടെ മുഖം വാടിയപ്പോഴത്തേനും അപ്പയ്ക്ക് സങ്കടമായി. പപ്പയ്ക്ക് അവളെ പേടിയല്ലേ, അപ്പനവളെ പേടിയല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവതക്കുട്ടി ചായൻ പറയാം, അവിടെ അവൾ പറഞ്ഞത് ന്യായമല്ലേ, കാരണം അവൾ പറഞ്ഞ ന്യായം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്, അല്ലാണ്ട് അവളെ ഭയന്നിട്ടൊന്നുമില്ല. അവൾ പറഞ്ഞത് ശരിയല്ലേ, അവളുടെ അപ്പൻ നീയാണ്, അപ്പം നീ വഴി അവൾ ജീവിച്ചിരുന്ന അനാഥാലയത്തിന് വല്ലതും കൊടുക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അതിലെന്താണ് തെറ്റെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്ക് ഈ അനാഥാലയം എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല, അവളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അതാണ് എനിക്ക് ഭയങ്കര ദേഷ്യമെന്ന്. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയുകയാണ്, അത് അവളുടെ കൂടപ്പറപ്പുകളെ കുറിച്ച് പറഞ്ഞതിൽ നിനക്കെന്താടാ ഇത്ര ചുരുക്ക്, നീയൊന്ന് അതൊക്കെ കണ്ടില്ല എന്ന് വെക്കുകയെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, നിങ്ങൾക്കല്ലെങ്കിലും അപ്പനല്ലെങ്കിലും അവളെ ഭാഗേ പറയുള്ളൂ, അപ്പൻ അവളെ പേടിയാണ്, എനിക്കറിയാം, ഇവിടെ കാണുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ അത് കുട്ടിച്ചായൻ പറയാം, പിന്നെ ചിന്നമ്മയല്ലേ ഞാൻ പേടിക്കുന്നത്, നീ ഒന്ന് പോടാ എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, എന്നാൽ പിന്നെ അപ്പനക്ക് ചിന്നമ്മയെ പേടിയില്ലെങ്കിൽ പപ്പ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പെഗ് ഒഴിച്ചിട്ട് സ്റ്റാൻലി അവതക്കുട്ടിച്ചായന് നേരെ നീട്ടും. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, അയ്യോ എനിക്ക് വേണ്ട, എനിക്കൊരു സുഖമില്ല, ചെറുതായിട്ട് തലവേദനയ്ക്കുണ്ട്. അലീനയെ പേടിച്ചിട്ടാണ് സംഗതി. അപ്പോൾ സ്റ്റാൻലി പറയും, ഇത് നല്ല സാധനമാണ്, തലവേദനയ്ക്ക് പറ്റിയ സാധനം, ഒന്ന് കുടിച്ചു നോക്കുന്നു. അപ്പോൾ അവതക്കുട്ടിച്ചായൻ കുടിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ സ്റ്റാൻലി പറയും, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പപ്പയ്ക്ക് അവളെ പേടിയാണെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, നീ ഇതൊക്കെ ഒന്ന് വിട്ടേക്ക് എൻ്റെ ലാലിച്ച, നീ ഒരു കാര്യം ചെയ്യും, അവൾ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്ക്, അതില്ലെങ്കിൽ അത് വിട്ടെന്ന് വയ്ക്കും. പിന്നെ ഒരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് എന്ന് സ്റ്റാൻലി പറയുകയാണ്. സ്റ്റാൻലിയോട് അവതക്കുട്ടിച്ചായൻ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പൻ്റെ ഈ ഒക്കെ ഒരു മാറ്റം എന്ന് പറയുകയാണ്. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, എടാ നമുക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, സംഗതി സത്യമാണ്, പക്ഷെ അതൊക്കെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ കാരണമല്ലല്ലോ അവൾ അനാഥാലയത്തിൽ പോയതെന്ന്, പപ്പയ്ക്കും അപ്പച്ചനും അതിലൊരു റോളുണ്ടല്ലോ അവൾ അനാഥാലയത്തിൽ പോകാൻ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, നിന്നോട് പറഞ്ഞിട്ട് തല്ലുകൂടാനൊന്നും ഞാൻ വന്നതല്ല, എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് മാത്രം പറയാനാണ് ഞാൻ വന്നത്, പറ്റുവെച്ചെങ്കിൽ നിനക്കത് നീ അത് അവൾക്ക് ചെയ്തു കൊടുക്കുക, അത് അവൾക്കൊരു സന്തോഷമാവുകയാണെങ്കിൽ ആവട്ടടാ എന്ന് പറഞ്ഞ് അവതക്കുട്ടിച്ചായൻ സ്റ്റാൻലി ഉപദേശിക്കണം. ഇതേ സമയം നെടുമ്പരക്കൽ വീട്ടിൽ ഒരു പുതിയ ആളുടെ രംഗപ്രവേശനമാണ്, മറ്റൊന്നും ആരുമല്ല, അറീനയ്ക്ക് പകരം വൈജയന്തി കണ്ടുപിടിച്ച ഒരു സെർവൻ്റാണ്. അവരുടെ പേര് സുനിത എന്നാണ്. അപ്പോൾ സുനിത വന്നപ്പോൾ വൈജയന്തി ചോദിക്കും, സുനിതയെ നീ നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ടില്ലേ? ഉണ്ട് മാഡം, ഇത് ഈ കവറിലുണ്ട്, ഇനി മാഡം വല്ല നൈറ്റിയോ സാരിയോ ചുരിദാറോ ഒക്കെ തന്നു കഴിഞ്ഞാൽ അതും ഞാൻ ഇട്ടോളാം, എനിക്കതൊന്നും കുഴപ്പമില്ല. അപ്പോൾ വൈജയന്തി പറയും, അതൊക്കെ വേണ്ട പോലെ ഞാൻ ചെയ്തോളാം. വൈജയന്തി ആണെങ്കിൽ ഇത്തിരി സോഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്, കാരണം ഇനി ഒരു സെർവൻ്റ് ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ അത് വൈജയന്തിക്ക് ക്ഷീണമാണ്. അപ്പോൾ വൈജയന്തി സുനിതനെ ഇത്തിരി സ്നേഹത്തിലും ഒക്കെ ഇതിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ സുനിതയോട് അകത്തേക്ക് കയറി വരാൻ പറയും. അപ്പോൾ സുനിത പറയും, ഞാൻ ഈ വീട് ബസ്സിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടേക്കാണ് വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴാണ് ബബിതയും കൃഷ്ണമോളും അടുക്കളയിൽ പണി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ വൈജി ചോദിക്കും, ബബി നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ചായ ഉണ്ടാക്കിയിരുന്നു അമ്മ, എന്ത് പറ്റി? ഇനി അതൊന്നും ചെയ്യേണ്ട, അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുനിതയെ കൊടുത്തിട്ടുള്ളത്, ഇനി സുനിത ഒക്കെ അതൊക്കെ ചെയ്തോളും എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ വണ്ടി വരും. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ബാലചന്ദ്രൻ ഇവരോട് സംസാരിച്ച് നിൽക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ സ്റ്റെപ്പ് കയറാൻ നിൽക്കുമ്പോൾ കൃഷ്ണമോൾ വിളിക്കും, അച്ഛാ അതേ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ചായ കുടിക്കുകയെന്ന്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ടേബിളിൻ്റെ അവിടേക്ക് വരുമ്പോഴാണ് ബാലചന്ദ്രൻ ശരിക്കും സുനിതയെ കാണുന്നത്. അപ്പോൾ സുനിതയുടെ ഒന്ന് അടിമുടി നോക്കിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കും, ആരാ മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പോൾ സുനിതയ്ക്ക് ഒരു അമ്പരപ്പാവും, കാരണം ഒരു വീട്ടിലൊരു സെർവൻറ്റ് വരുമ്പോൾ തീർച്ചയായും അവിടുത്തെ ഗൃഹനാഥനെ അറിയണമല്ലോ, പക്ഷേ ഇതറിഞ്ഞ ലക്ഷണമൊന്നും കാണുന്നില്ല. സുനിത പറയും, ഞാനിവിടെ ജോലിക്ക് വന്നതാണ് സാർ, എൻ്റെ പേര് സുനിത എന്ന്. ശരി ശരി. അപ്പോൾ ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കും, ബബി ഇവിടെ ഒരു ജോലിക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന്. ബബിത പറയും, ഇല്ല അച്ഛാ, എനിക്കൊരു ജോലിക്കാരുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, നമുക്ക് ചെയ്യാനുള്ള ജോലിയേ ഇവിടെ ഉള്ളൂ. എന്തായാലും വന്നതല്ലേ, ശരി നിങ്ങളിവിടെ ജോലി എടുത്തോളൂ, പിന്നെ ജോലിക്കാർക്ക് ശമ്പളം ആര് കൊടുക്കുമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയും, ജോലിക്കാർക്കുള്ള ശമ്പളമൊക്കെ ഞാൻ കൊടുത്തോളാം, അതുവരെ നിങ്ങൾ അറിയണ്ടെന്ന്. ശരി എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോവുകയാണ്. അങ്ങനെ വൈജ സുനിതയ്ക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബബിതോടും കൃഷ്ണമോളോടും പറയും, നിങ്ങൾ ഇനി നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ നോക്കിക്കോ, അടുക്കളയിലോട്ട് കയറുകയേ വേണ്ട, കാരണം അത് സുനിത നോക്കിക്കോളും. അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ബബി വന്നിട്ട് ചോദിക്കും, അമ്മ ഇന്നെന്താ സ്പെഷ്യൽ എന്ന്. വൈജ പറയും, ഇന്നത്തെ സ്പെഷ്യൽ എന്താ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ കണ്ടാൽ പോരെ,
എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളനെയും രോഹിത്തിനെയൊക്കെ വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും താഴത്തേക്ക് ഇറങ്ങി വരികയാണ്, ബാലചന്ദ്രൻ അടക്കം. അങ്ങനെ പ്ലേറ്റ് അപ്പോഴത്തേക്കും സുനിത പ്ലേറ്റൊക്കെ കൊണ്ടുവരുന്നു. പ്ലേറ്റൊക്കെ സുനിതയും വൈജയും കൂടി ഡൈനിങ് ടേബിൾ ഒരുക്കി വെക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ സുനിത കൊടുന്ന് വെക്കുന്നു. അപ്പോൾ കൃഷ്ണമോളും വന്ന് ഇരിക്കും. അപ്പോൾ വൈജി ചോദിക്കും, എടി നീ മര്യാദയ്ക്ക് കൈ കഴുകിയോ? ആ ഞാൻ കൈയൊക്കെ കഴുകിയമ്മേ എന്ന് പറഞ്ഞ് കൈയൊക്കെ അവൾ കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും രോഹിത്തും ബാലചന്ദ്രനും വാഷ് ബേസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബാലചന്ദ്രൻ കൈ കഴുകുമ്പോൾ രോഹിത്ത് എന്ന് പറയും, അച്ഛാ എനിക്കെൻ്റെ ബൈക്കൊന്ന് മാറ്റണം, അത് കുറച്ച് ഒത്തിരി പഴകിയതായിന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എത്ര വർഷമായി നിൻ്റെ ബൈക്ക്? 3 വർഷമായി അച്ഛാ എന്ന് പറഞ്ഞ് രോഹിത്ത് ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുകയാണ് അച്ഛനെ. എങ്ങനെയെങ്കിലും ബൈക്ക് മാറ്റണമല്ലോ. എന്നാൽ ശരി ആലോചിക്കാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ വൈജിയും സുനിതയും കൂടിയിട്ടാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. ഭക്ഷണം വിളമ്പുമ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇരിക്കും. സുനിത ഒഴികെ ബാക്കി എല്ലാവരും ഇരിക്കുമ്പോൾ വൈജി പറയും, സുനിതയെ നീയും ഞങ്ങളുടെ കൂടെ ഇരുന്നോ, നീ വെറുതെ വായ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പറയുകയാണ് സുനിതയുടെ അടുത്ത്. അപ്പോൾ സുനിത പറയും, ആ ശരി മാഡം ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞ് ഒരു കസേര നീക്കിയിട്ടിട്ട് സുനിത ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പാൻ നോക്കുമ്പോൾ ബാലചന്ദ്രനും ബബിതയും കൃഷ്ണമോളൊക്കെ നമ്മൾ പരസ്പരം നോക്കുകയാണ്. ആ ബാലചന്ദ്രൻ പറയും, സുനിതയെ നീ ഭക്ഷണം വിളമ്പാൻ വരട്ടെ എന്ന് പറയുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ വീണ്ടും ബബിതയൊക്കെ വീണ്ടും അടുക്കളയിൽ കയറുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേയുടെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും തരിക, ഹൈപ്പും തരിക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. താങ്ക്